നേച്ചറുമായിട്ട് ഭയങ്കരമായിട്ട് ബന്ധപ്പെട്ട് കിടക്കുന്നത്. നമുക്ക് അത് വിട്ടിട്ട് ഒരു പരിപാടിയില്ല. ഇത് വേറൊരു അറ്റ്മോസ്ഫിയറാണ്. വഞ്ചിപ്പാട്ടും വള്ളംകളിയും ഇതൊക്കെ പാട്ടും കൂത്തൊക്കെ ഉണ്ടായിരിക്കും അവിടെ. അപ്പൊ നമ്മൾ വിചാരിക്കുന്ന പോലെ പട്ടാളക്കാർ അത്ര സ്ട്രിക്റ്റ് ആയിട്ടുള്ള ലൈഫ് ഒന്നും ഓണത്തിനില്ല. ആരാത് അല്ലേ? ആരാത്? 3 ലെജൻസ്. മമ്മൂക്കാന്റെ ഇതുപോലുള്ളൊരു ഫോട്ടോ കിട്ടിയില്ല എനിക്ക്. ലാലേട്ടൻ ഇവിടെ വന്നാൽ കുക്ക് ചെയ്യാൻ ഞാൻ സമ്മതിക്കില്ല. ഇല്ല. ഇവിടെ എന്താ ഇപ്പോ ഈ റൂം എന്തായിരുന്നു എന്നറിയാം. ഈ റൂം വീട് വെച്ചപ്പം ഇതൊരു ബാറായിരുന്നു. ഇത് വൈഫ് ഇവിടെ ഇരുന്നിട്ട് കാണും, ഞാനവിടെ മുകളിൽ ഹോം തിയേറ്ററിലാണ്. അതിങ്ങനെ ഇടയ്ക്കിടയ്ക്ക് തേച്ച് മിനുക്കി പൊടി തട്ടി അങ്ങനെ വെക്കുന്നത് അതൊരു സുഖല്ലേ കാണാൻ. കമാൻഡോ. ഞാൻ ഫ്രണ്ടിൽ പോകാനോ? സാർ വെക്കോ, എനിക്ക് ഇവിടുത്തെ ഈ വീട്ടില് ഈ ദേശത്തെ വഴി എനിക്കറിയില്ല. ലാലേട്ടൻ പിന്നെ ഫുഡിന്റെ കാര്യത്തിൽ ലാവിഷാണ്. ഹി എൻജോയ്സ് ഓൾസോ. നിങ്ങൾക്ക് ഒരു കാര്യം കണ്ടിട്ട് ബോറടിച്ചില്ല? എന്താ ഇതെന്താ എന്ത് തേങ്ങ? ആദ്യം പച്ചവെള്ളത്തിൽ അത് തിളപ്പിച്ച് അതിൽ തേയിലിട്ട് അതിന്ന് ആ കളർ വന്നതിന് ശേഷം നിങ്ങൾ പാലൊഴിക്കുക. അപ്പോഴാണ് ചായയുടെ ടേസ്റ്റ് വരുള്ളൂ. അത് കുടിക്കാൻ വേണ്ടി എൻ്റെ ഭാര്യയും വരാറുണ്ട്. മണിയടിക്കും അവസാനം വരും. അപ്പോൾ അവൾ നല്ല മൂഡിലാണെങ്കിൽ ചിരിച്ചുകൊണ്ട് കൊണ്ടുവരും, അല്ലെങ്കിൽ സെർവന്റിനെ കൊണ്ട് പറഞ്ഞയക്കും. അപ്പം അങ്ങനെ ഉള്ള ഫാമിലി. അതുകൊണ്ട് കൂറ കയറില്ല, പാറ്റ കയറില്ല. ഫ്രണ്ട്സിന്റെ കൂടെ ആവുന്ന സമയത്ത് ഡിഫറെന്റ് പേഴ്സൺ. ആമെ കോമഡിയൻ. ചില വക്കീലന്മാരുടെ ഒക്കെ പുറകിൽ കാണാം കുറേ ബുക്കുകൾ. അതൊന്നും അവർ ഉള്ളൊന്നും വായിച്ചിട്ടുണ്ടാവില്ല. ഈ വീട് മൊത്തം ജനാലയും കുറെ പച്ചപ്പും. Make every wedding unforgettable with Joya Lucas Diamond Wedding Collection. Joya Lucas, world's favorite jeweler. വെറും 7,990. കിടിലൻ ഓഫറുകൾ ഇടാൻ തുടങ്ങിയപ്പോൾ അത് കിടിലമണിയായിട്ട് 7,990 ഇട്ടിരിക്കുന്നത്. 365 ദിവസം നമുക്ക് ഓഫറുള്ള ഷോപ്പാണ് നിലമ്പൂർ ഫർണിച്ചർ മാർട്ട്, ഷൊർണൂർ, വെട്ടിക്കാട്ടിരി. മൂവി വേൾഡിന്റെ എല്ലാ പ്രേക്ഷകർക്കും ഓണാശംസകൾ. ഈ ഓണനാളിൽ നമ്മൾ ഇന്ന് കാണാൻ വന്നേക്കുന്ന വീട് സാത്വികം വീടാണ്. ഈ വീട് നമ്മുടെ സ്വന്തം മേജർ രവി സാറിന്റെ ആണ്. അപ്പോൾ ഒരു ഹോം ടൂർ ആയാലോ? അപ്പോൾ നമ്മൾ സാറിന്റെ വീടിന്റെ സിറ്റ് ഔട്ടിൽ എത്തിയേക്കാണ്. സാറിനെ വിളിച്ചു നോക്കാം. കുട്ടി തുറക്കണല്ലോ. നമസ്കാരം സർ. നമസ്കാരം. ചൈതന്യ. അവയെ ഫൈൻ ഫൈൻ. അപ്പോൾ സുഖല്ലേ? സൂചിച്ചിട്ടിരിക്കാൻ വയ്യ. നമ്മള് ഓണത്തിന്റെ ഒരു മൂഡിലാണ്. അങ്ങനെ വീട് ഒരുങ്ങി തുടങ്ങിയോ നമ്മൾ ഓണത്തിന് വേണ്ടിയിട്ട്? ഞാൻ ജനറലി ഒന്നും ചെയ്യാറില്ല. ചെയ്യുന്നുണ്ടെങ്കിൽ അവർ ചെയ്തോളും. നമ്മള് കാലത്ത് എഴുന്നേറ്റൊക്കെ പോവും. ഓണത്തിന് പ്രത്യേകിച്ച് തയ്യാറെടുപ്പ് എന്ന് പറഞ്ഞിട്ടുള്ളൊരു സംഭവം ജനറലി വീട് നീറ്റാക്കിയിട്ട് വെക്കുക എന്നുള്ളൊരു സ്വഭാവക്കാരനായതുകൊണ്ട് സോ ദാറ്റ് ഈസ് നോട്ട് എ ന്യൂ തിങ് ബട്ട് സ്റ്റിൽ. പിന്നെ രണ്ടാമത്തെ ഓണത്തിന് കഴിഞ്ഞ 4 വർഷമായിട്ട് ഞങ്ങൾ രണ്ടുപേരും കോന്നിയിൽ ഞങ്ങളുടെ ഒരു വീടുണ്ട്. അവിടെ ആയിരിക്കും ഒരു 3-4 ദിവസം പരിപാടിയൊക്കെ. ബിയോജും ബിനോജും എന്ന് പറഞ്ഞ എൻ്റെ 2 സുഹൃത്തുക്കളുണ്ട് അവരുടെ വീട്ടിൽ. അപ്പൊ അതുകൊണ്ട് ഓണത്തിന് ഇവിടെ വീടായിട്ട് വലിയ പരിപാടിയൊന്നുമില്ല. പക്ഷെ വീട് ഭയങ്കര നീറ്റായിട്ട് നമ്മളിങ്ങനെ കാണുമ്പോൾ തന്നെ നല്ല രസമുണ്ട്. കയറി വരുമ്പോൾ തന്നെ ഭയങ്കര ഒരു ഫ്രെയിം ഒക്കെ വെച്ച് നോക്കുമ്പോഴേ, ഇപ്പം ഇവിടെ ഇരിക്കുന്ന ഫലകങ്ങളാണെങ്കിലും ഫോട്ടോഗ്രാഫ്സ് ആകുകയാണെങ്കിലും ഒക്കെ ഭയങ്കര ഒരു ഇവിടെ നിങ്ങൾക്ക് ഒരു കാര്യത്തിൽ ഫീൽ ചെയ്യുന്നുണ്ട്. നിങ്ങൾക്ക് ഒരു കാര്യം കണ്ടിട്ട് ബോറടിച്ചില്ല? എന്താ ഫേസ് ആണോ ഉദ്ദേശിച്ചത്? എന്റെ ഫേസ് മാത്രമായിരിക്കുമല്ലോ, കുറേ ഫോട്ടോസ് കാണും. കാരണം ഈ കിട്ടുന്ന മൊമെന്റോസിന് മുഴുവൻ അവർ എന്റെ ഫോട്ടോ അടിക്കും. അപ്പൊ ഞാൻ അവരോട് പറയും എന്റെ ഫോട്ടോ അടിക്കല്ലേ, അങ്ങനെയാണെങ്കിൽ വല്ലവർക്കും ഗിഫ്റ്റെങ്കിലും കൊടുക്കാതെ അത് എന്റെ ഫോട്ടോ അടിച്ചു തരും. പിന്നെ ഞാൻ പറഞ്ഞു ഇപ്പം ഞാൻ എൻ്റെ വൈഫിൻ്റെയും മോൻ്റെയും കൂടെ തരാം. ഇനി ഓരോരുത്തർ ഇങ്ങനെ മാറ്റി മാറ്റി കൊണ്ടുവന്നു കഴിഞ്ഞാൽ ഇപ്പം എവിടെ നോക്കിയാലും എൻ്റെ ഫോട്ടോസ് കാണാം. എല്ലാം എൻ്റെ തല കാണും, എല്ലാം എൻ്റെ തലയ്ക്കും ഏതിലും. ഇതൊക്കെ സെയിം ഫോട്ടോ ആണെന്ന് തോന്നുന്നല്ലേ? എനിക്കൊന്ന് പല പല ഫോട്ടോസ് നമ്മൾ കൊടുത്തു കഴിഞ്ഞാൽ കുറച്ചുകൂടെ വെറൈറ്റി. കറക്റ്റ്. അത് അവർ നെറ്റിൽ നിന്ന് എടുക്കുന്നതല്ലേ, നമ്മുടെ നിന്ന് വാങ്ങിക്കുന്നതെന്നല്ല. അത് അവർ നെറ്റിൽ നിന്ന് എടുക്കും. Then they just give it to you and then you can't insult them. അത് കൊണ്ടുവരും, വീട്ടിൽ വയ്ക്കും. കുറേ സാധനങ്ങൾ അവിടെ ഇവിടെയൊക്കെ കിടപ്പുണ്ട്. പക്ഷെ ജനറലി നീറ്റ്നെസ്സിന് ഐ ഗീവ് ദ ക്രെഡിറ്റ് ടു മൈ സെർവൻറ്റ് ആൻഡ് മൈ വൈഫ്. അത് വീട് നീറ്റാക്കിയിട്ട് വെക്കുക എന്നുള്ളത് എന്നേക്കാൾ കൂടുതൽ അവരുടെ കടമയാണ്. പിന്നെ വല്ലാതെ കച്ചറ സാധനങ്ങൾ എന്ന് പറഞ്ഞാൽ വീട്ടിനകത്ത് അത് കൊണ്ടൊന്നും എടുക്കുക. അതുകൊണ്ട്
ഒരു കാര്യമില്ല. നിങ്ങൾ നോക്കിയിട്ടുണ്ട് നമ്മുടെ വീടുകളിൽ പല സാധനങ്ങളും അവിടെ കിടക്കും വർഷങ്ങളോളം, നമ്മൾ തൊടുപോലും ഇല്ല. അത് വൃത്തിയിട്ട് മാറാലി അടിച്ച് കിടക്കുന്ന ഒരു അറ്റ്മോസ്ഫിയർ പല വീടുകളിലും നമ്മൾ കണ്ടിട്ടുണ്ട്. ബട്ട് ഇതിനകത്ത് ആവശ്യമില്ലാത്തൊന്നും കാണില്ല. ഇത് പിന്നെ എന്താ വെച്ചാൽ എല്ലാ ക്രിസ്മസിനും ആവശ്യമുള്ളതുകൊണ്ട് അവിടെ വെച്ചിരിക്കുകയാണ്. ഞാൻ ഓണത്തിന്റെ വിശേഷം ചോദിക്കാൻ കയറുന്നത് ഫസ്റ്റ് കണ്ടത് ക്രിസ്മസ് ട്രീ. ഇത് നമ്മുടെ സ്ഥിരം ക്രിസ്മസ് ട്രീ ആണോ? ആ ക്രിസ്മസിന്റെ സമയത്ത് മാത്രം അവർ ഒന്ന് ഡെക്കറേറ്റഡ് ആവും, ലൈറ്റൊക്കെ ഓൺ ആവും, പിന്നെ സ്റ്റാറും കാര്യങ്ങളൊക്കെ കയറും. അപ്പൊ അതുകൊണ്ട് അത് മാത്രം അവിടെ കാണും. അല്ലെങ്കിൽ വേറെ ആവശ്യമില്ലാത്തതൊന്നും കാണില്ല. ആവശ്യമില്ലാത്തതൊന്നുമില്ല. ഈ മാറാല പിടിക്കാൻ വേണ്ടിയിട്ടില്ല. മാറാല എന്ന് പറഞ്ഞാൽ പൊടി മാറാല എട്ടുകാലിയും നെറ്റും ഒക്കെ. ചില നാട്ടിലൊക്കെ ചൊക്ലി അങ്ങനെ അങ്ങനെയൊക്കെ പറയും. അതൊക്കെ എവിടെ വീട് എവിടെ? എനിക്ക് മാറാല തന്നെ കായംകുളത്ത്. എനിവേ ചായ കാപ്പി വല്ലതും ഇപ്പൊ എന്തായാലും വേണ്ട. എനിക്ക് ഇങ്ങനെ കേറിയപ്പോ തന്നെ ഒന്ന് ഇതെല്ലാം നടന്നൊന്ന് കാണണമെന്നുണ്ട്. എന്നെ കാണിച്ചു തരും. ഞാനൊന്ന് ഇക്കരെയും നടന്നു. ഞാൻ എന്റെ പിറകിൽ വന്നോളാം. അല്ല, സംശയങ്ങൾ ഉണ്ടായാലോ? സംശയം കൊണ്ട് ഞാൻ കൂടെ പറഞ്ഞുകൊണ്ട് തന്നിരിക്കാം. അതെ അതെ അതെ. ഇത് നമ്മുടെ ഓടപ്പൂവല്ലേ? ആ, ഇത് മുളയുടെ പൂവില്ലേ? കൊട്ടിയൂരാണ് എന്റെ. കൊട്ടിയൂര് ഇപ്പൊ മറ്റേ വൈശാഖ മഹോത്സവം ഒക്കെ ഉണ്ടായിരുന്നല്ലോ. അവിടുന്ന് തന്നിട്ടുള്ളതാണത്. അതവിടെ കയറി ഓരോ സ്ഥലങ്ങളിൽ അവർ കയറി സ്ഥലം പിടിക്കും. പിന്നീട് നമ്മൾ മറക്കും എവിടുന്ന് കിട്ടിയതാണെന്നുള്ളത്. ഈ വട്ടം പോയപ്പോ വാങ്ങിച്ചതാണോ? ഞാൻ പോയില്ലായിരുന്നു, അനിത പോയിരുന്നു, വൈഫ് പോയിട്ടുണ്ട്. അവിടെ നിന്നപ്പോ ശ്രദ്ധിച്ചൊരു കാര്യമാണ് അബ്ദുൽ കലാം സാറിന്റെ ഒരു അത് ഒരു ഗിഫ്റ്റ് വന്നതാണ്. പക്ഷെ അത് കറക്റ്റ് ആയിട്ട് അതിൽ സൈസിൽ ഫിറ്റ് ആയി. അപ്പൊ അത് നമ്മൾ ചെയ്ത് വെച്ചിരുന്നതല്ല, അത് എടുക്കാൻ നമുക്ക് വേണമെങ്കിൽ. ഇത് ഏതൊരു ഫംഗ്ഷൻ പോയപ്പോ കലാം സാറിന്റെ ഒരു ഫംഗ്ഷൻ ആണെന്ന് തോന്നുന്നു. അപ്പൊ ഞാനത് നോക്കുന്നത് കറക്റ്റ് അവിടെ ഫിറ്റ് നോക്കൂ, ഒരു മില്ലിമീറ്ററിന്റെ വ്യത്യാസം. ഞാൻ വിചാരിച്ച എന്താണെന്നറിയാവോ, ഈ അതിനകത്ത് അങ്ങനെ കൊത്തുമണി ചെയ്ത് വെച്ചേക്കുന്ന സംഭവം എനിക്ക് തോന്നുന്നത് അല്ലല്ലേ? അല്ലേ? കറക്റ്റ് ആയിട്ട് എന്തായാലും അതിന്റെ മുകളിലൊരു വിളക്കുണ്ട്. അപ്പൊ ഞാൻ പെട്ടെന്ന് ആദ്യം എന്താ സംഭവം നോക്കി പിന്നെ സാറാണല്ലോ. ഇതാണോ നമ്മുടെ പൂജ ഏരിയ ഒക്കെ? അത്രേ ഉള്ളൂ. അതിനകത്തോട്ട് അങ്ങ് കയറ്റി എല്ലാരും കൂടെ ഒരുമിച്ച് നമ്മൾ അതിനകത്ത് കയറ്റി അല്ലേ? എന്നേക്കാൾ കൂടുതൽ പിന്നെ അനിതയുടെ വൈഫിന്റെ ആയിരിക്കും. രണ്ടുപേർക്ക് സെപ്പറേറ്റ് ആയിട്ടാണ്. അങ്ങനെയല്ല, അതുണ്ട് അതിനകത്ത്. പക്ഷെ ഞാനൊരു കൃഷ്ണഭക്തനും ശിവഭക്തനൊക്കെയാണ്. ബാക്കി അവിടെ സായി അത് എല്ലാം എല്ലാരും കാണും അതിനകത്ത്. എല്ലാരും ഉണ്ട്. കുറെ ഫോട്ടോസൊക്കെ വല്ല ഫംഗ്ഷൻ അമ്പലത്തിലൊക്കെ ഫംഗ്ഷൻ പോയി കഴിഞ്ഞാൽ അവര് തരുന്നുണ്ട്. അതങ്ങനെ കയറിപ്പത് ചോറ്റാനിക്കര ഭഗവതിയുടെ ഇപ്പൊ റീസെന്റ് പോയപ്പോ കിട്ടിയിട്ടുള്ളതാണത്. അങ്ങനെ പല സ്ഥലത്തും. അതുപോലെ തന്നെ ആ മരപ്രഭു അവിടെ നീണ്ട്. അത് ഗുരുവായൂരിൽ മരപ്രഭുവിനെ ചെയ്ത വ്യക്തി എനിക്ക് ഇവിടെ കൊണ്ടുവന്നിട്ട് അതിന്റെ റെപ്ലിക്ക കൊണ്ടുവന്ന് തന്നതാണ്. നമ്മള് ഗുരുവായൂർ വലിയതല്ലേ, അതിന്റെ റെപ്ലിക്കാണത്. പ്രശ്നമില്ല, ഫോൺ വന്നിട്ട് അത് തന്നെ അതിന്റെ റെപ്ലിക്ക അവര് ആ ശില്പി തന്നെയാണ് കൊണ്ടുവന്ന് തന്നത്. അവര് തന്നെ ചെയ്തു വെച്ചതാണല്ലേ? ഓക്കെ. ഇപ്പൊ നമ്മുടെ ഒരു വീടിന്റെ പ്രധാനപ്പെട്ട ഏരിയ എന്ന് പറയുമ്പോ ഡൈനിങ് ഏരിയ ആയിരിക്കും അല്ലേ? ഇവിടെ ഇരുന്ന് നല്ല ഭക്ഷണം കഴിക്കുന്നതിന്റെ കൂടെ ഒരുപാട് ഡിസിഷൻസും നമ്മൾ ഒരുപാട് കാര്യങ്ങൾ സംസാരിക്കുകയൊക്കെ ചെയ്യുന്ന ഒരു സ്പേസ് ആയിരിക്കും. ഇല്ല, എൻ്റെ ഒരു പ്രത്യേക സ്വഭാവമാണ്. ഞാൻ ആ ചെയറിലാണ് ഇരിക്കുക. അത് ആണ് ജനറലി ഗൃഹനാഥൻ എന്ന് പറഞ്ഞിട്ട് നമ്മൾ പട്ടാളത്തിലാണെങ്കിലും ശരി ഏറ്റവും സീനിയർ മോസ്റ്റ് ആളാണ് അവിടെ ഇരിക്കുക. അല്ലെങ്കിൽ മെസ്സിന്റെ സെക്രട്ടറി എന്ന് പറയുന്ന വ്യക്തി. ഞാൻ അതിലിരിക്കില്ല, ഞാൻ ഇവിടെയാണ് ഇരിക്കുക. ഇവിടെ ഇരുന്ന് കഴിഞ്ഞാൽ എനിക്ക് ഈ ഹോളും വീടെല്ലാം കാണാം. പ്ലസ് ഞാനങ്ങനെ വലിയ ഡിസ്കഷനും കാര്യങ്ങളൊന്നും ഇല്ല. ഡൈനിങ് ടേബിളിൽ മാക്സിമം പോകുന്നത് എന്താണെന്ന് വെച്ചാൽ ആ സമയത്ത് കുറേ ഫോൺ കോൾസ് പോകും. ഇത് കാതിൽ വെച്ചിട്ട് ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കും. അതിന് എൻ്റെ വൈഫിന് എപ്പോഴും പ്രശ്നമാണ്. ഭക്ഷണം കഴിക്കുമ്പോഴെങ്കിലും ഫോൺ ചെയ്യരുത്. ശരിയാണ്, നമ്മൾ ചെയ്യാൻ പാടില്ല. അതിനെ നമ്മളെന്താ കഴിച്ചതെന്നുള്ളത് നമുക്കറിയില്ല. നമ്മളിങ്ങനെ കഴിച്ചുകൊണ്ടിരിക്കും, സംസാരിച്ചുകൊണ്ടിരിക്കും. അങ്ങനെയുള്ള ചില ദുസ്വഭാവങ്ങളൊക്കെ ഉണ്ട്. അല്ല, അപ്പൊ നമുക്ക് ഇവിടെ ഭക്ഷണം കഴിക്കാന്നുള്ള പരിപാടി മാത്രമേ ഉള്ളൂ. അത്രേ ഉള്ളൂ. അല്ലാതെ അങ്ങനെയുള്ള പിന്നെ അത്രയും വലിയ ക്ലോസ് ആയിട്ടുള്ള ഫ്രണ്ട്സ് ഒക്കെ വരികയാണെങ്കിൽ ഇവിടെ ഇപ്പം നമ്മൾ ഈവനിങ്ങിൽ അവർ വന്ന് ഒരു ഡ്രിങ്ക്സോ എല്ലാം കഴിക്കുന്നുണ്ടെങ്കിലും അതിൻ്റെ ഞങ്ങൾ ഇവിടെ തന്നെ അങ്ങ് സെറ്റ് ചെയ്യും. അല്ലെങ്കിൽ എനിക്ക് മുകളിലൊരു സ്ഥലമുണ്ട്, ഫ്രണ്ട്സ് വന്നാൽ കൂടാനുള്ളൊരു സ്ഥലം. അത് പോകുമ്പോൾ കാണിച്ചു തരാം. ഇതിപ്പോ ഈ കിച്ചൺ തന്നെ നിങ്ങൾ നോക്കിക്കഴിഞ്ഞാൽ അതും എന്റെ കിച്ചണാണത്, ഓപ്പൺ കിച്ചണാണത്. നമുക്ക് അതൊന്നും കണ്ട് നോക്കാം. അങ്ങോട്ട് വന്ന് നോക്കൂ. കിച്ചണിൽ ഭയങ്കര പച്ചപ്പാ. കേറി വരുമ്പോ നമ്മള് കാണുന്നത് കിച്ചണില് പച്ചപ്പ് കാണും. കിച്ചണില് എവിടെ പോയി കഴിഞ്ഞാലും പച്ചപ്പ്
ഒരു നമുക്ക് നിർബന്ധമാണോ? നിർബന്ധമാണ്. ഒരു ഗ്രീൻ ഫീല്. അതുകൊണ്ടാണല്ലോ ഈ ടൗണിൽ നിന്ന് ഫ്ലാറ്റിൽ നിന്നെല്ലാം മാറിയിട്ട് ഇവിടെ വന്ന് താമസിക്കുന്നത്. അതിൽ ഈ റിട്ടയർമെന്റ് ലൈഫ് കുറച്ച് ഗ്രീനിഷ് ആവണം എന്നുള്ളത് കൊണ്ടാണ്. അങ്ങനെയല്ല, ഞാൻ ബേസിക്കലി ഒരു കർഷകനാണ് ഞാൻ. എനിക്ക് നെൽപ്പാടങ്ങളും വയലുകളൊക്കെ ഇഷ്ടമുള്ള ഒരു വ്യക്തിയാണ്. കുട്ടിക്കാലം മുതൽ കണ്ടിട്ടുള്ളത് കൊണ്ട് എല്ലാം നമ്മുടെ ആ നേച്ചറായിട്ടുള്ളതിൽ. അതുകൊണ്ടാണ് ഇങ്ങനൊരു സ്ഥലവും ഇവിടെ ഒരു കിണറും കുഴിച്ച് കിണറ്റിലെ വെള്ളത്തിലാണ് ഞങ്ങളുടെ. അതിൻ്റെയൊക്കെ ഒരു സുഖം വേറെയാണ്, ടൗണിൽ കിട്ടില്ല അത്. പിന്നെ ഈ കിച്ചൺ നിങ്ങൾ നോക്കിയിട്ടുണ്ട്, ഇതിനകത്ത് ഈ കംപ്ലീറ്റ് ഇതെല്ലാം നിലം തൊടാതെയാണ്, ഹാങ്ങിങ് ആണ് ഇതെല്ലാം. അതുകൊണ്ട് കൂറ കയറില്ല, പാറ്റ കയറില്ല. കാരണം എന്താ വെച്ചാൽ ഇത് സ്റ്റീലല്ലേ, സ്റ്റീലാകുമ്പോ അതിന് തണുപ്പുണ്ട്. തണുപ്പ് കാരണവന്മാർ കയറിയിരിക്കൂല. 8 വർഷമായി ഇതിനകത്ത് ഹാങ്ങിങ് ആണ്. ഇതെല്ലാം താഴത്തുനിന്ന് തൊട്ടിട്ടില്ല ഒന്നും. ഞാൻ കുക്കിംഗ് എന്ന് പറഞ്ഞാൽ ഞാൻ ചായ ഉണ്ടാക്കും. പിന്നെ എനിക്ക് അങ്ങനെ ഒറ്റയ്ക്കൊക്കെ ആണെങ്കിൽ ഓംലെറ്റ് അങ്ങനെയുള്ള സാധനങ്ങളൊക്കെ ഒരുവിധം ചെറിയ സംഭവമാണ്. ദോശ ഉണ്ടാക്കാനും എനിക്കറിയാം, കഞ്ഞി ഉണ്ടാക്കാനും അറിയാം. നിങ്ങൾ ആരും ഇല്ലെങ്കിലും എനിക്ക് ജീവിക്കാൻ അറിയാം. ഈ ചായ എന്നൊക്കെ പറയുമ്പോൾ മസാല ചായയാണോ? ഈ അതില്ല, ഞാൻ നോർമലായിട്ട്. നിങ്ങളുടെ ഇവിടുത്തെ തന്റെ വീട് എവിടെ? കായംകുളം. കായംകുളത്തേരെ അറിയില്ല, ചിലരുണ്ട്. ആദ്യം ആലപ്പുഴക്കാരെയൊക്കെ ഞാൻ കണ്ടിട്ടുണ്ട്. ആദ്യം 1 ലിറ്റർ പാലം കുഴിക്കും, എന്നിട്ട് അതിലേക്ക് ചായപ്പൊടി ഇട്ടിട്ട് അതാണ് വരില്ല. എന്നാൽ പാലം കുടിച്ചാൽ പോരാ. ചായ ഉണ്ടാക്കുന്ന സമയത്ത് ആദ്യം പച്ചവെള്ളത്തിൽ അത് തിളപ്പിച്ച് അതിൽ തേയിലിട്ട് അതിന്ന് ആ കളർ വന്നതിന് ശേഷം നിങ്ങൾ പാലൊഴിക്കുക. അപ്പോഴാണ് ചായയുടെ ടേസ്റ്റ് വരുള്ളൂ. ഇതെന്താണ്, പാലിന്റെ ടേസ്റ്റ് ആയിരിക്കും പല സ്ഥലത്തും. എനിക്കത് ഇഷ്ടമല്ല, അതുകൊണ്ട് ഞാൻ തന്നെ ഉണ്ടാക്കും. അത് കുടിക്കാൻ വേണ്ടി എൻ്റെ ഭാര്യയും വരാറുണ്ട്. അത് വീട്ടിലുണ്ടാക്കുന്നുണ്ടെങ്കിൽ നമ്മൾ കുടിക്കാന്നുള്ളത്. നമുക്ക് കിച്ചണിൽ നിന്ന് നമുക്ക് ഇനി കുറച്ച് വീണ്ടും നമുക്ക് പുറത്തേക്ക് ഇറങ്ങാം. ഞാൻ പിന്നെ കയറി വന്നപ്പോൾ ശ്രദ്ധിച്ച വേറൊരു നല്ല സ്പേഷ്യസ് ആയിട്ട് കുറെ വെട്ടമൊക്കെ ഉള്ള ഒരു സ്പേസ്. യു ഷുഡ് വീടിൻ്റെ ഇത് ഈ വീട് ഡിസൈൻ ചെയ്തിരിക്കുന്നതന്നെ ഞാൻ എൻ്റെ ഫ്രണ്ട്സ് എല്ലാം കൂടെ നമ്മൾ തന്നെയാണ് അത് വരച്ചുണ്ടാക്കിയിരിക്കുന്നത്. അപ്പം ഈ ഇങ്ങനൊരു സ്ഥലത്ത് വന്നിട്ട് നിങ്ങൾ ജനലും വാതിലൊക്കെ ഇടുങ്ങിയതാണെങ്കിൽ പിന്നെന്തിനാ ഇങ്ങനെയുള്ള സ്ഥലത്ത്? ഇങ്ങനെയുള്ള സ്ഥലത്തിന് നിങ്ങൾ ശരിക്കും എൻജോയ് ചെയ്യണമെങ്കിൽ യു ഷുഡ് ഹാവ് ലാർജ് വിൻഡോസും. അതിപ്പോൾ ബെഡ്റൂമിൽ നോക്കിയാൽ കാണാം, വലിയ വിൻഡോസ് ആയിരിക്കും. അത് അതല്ലേ പറഞ്ഞു, നേച്ചറായിട്ട് ഇഫ് യു ലൈക്ക് ഇറ്റ് ഹാവ് ദാറ്റ് വിസിബിലിറ്റി ഓൾസോ എന്നുള്ളതാണ്. എന്തായാലും ഇവിടുന്ന് നോക്കുമ്പോഴും സാറിന് വേണ്ട പച്ചപ്പ് ഭയങ്കര കൃത്യമായിട്ട്. ഞാൻ ഇവിടെ അങ്ങനെ ഇരിക്കാറില്ല, എന്റെ എല്ലാം മുകളിലാണ്. മുകളിലായിരിക്കും. കാണാറുണ്ടോ? ഇതൊന്നും ഞാൻ കാണില്ല. സ്വാഭാവിക എല്ലാ വീട്ടിലും ഉള്ളതുപോലെ ടിവി വെറുതെ ഇത് വൈഫ് ഇവിടെ ഇരുന്നിട്ട് കാണും. ഞാനവിടെ മുകളിൽ ഹോം തിയേറ്ററിലാണ്. നമുക്ക് ഇവിടെ താഴെ ഒരു പരിപാടി ഇല്ലല്ലേ, ചാപ്പാട് കഴിക്കാൻ മാത്രം വരും. എനിക്കൊന്ന് കൊറേ ദൈവങ്ങളുടെ ഫോട്ടോസും കാര്യങ്ങളും ഉണ്ടെന്ന് തോന്നല്ലേ. ഇതെന്താണെന്ന് വെച്ചാൽ ഏതെങ്കിലും അമ്പലത്തിൽ പരിപാടിക്ക് പോയി കഴിഞ്ഞാൽ ഗിഫ്റ്റ് ആയിട്ട് കിട്ടുന്നതാണോ? ഈ താഴെ ഇരിക്കുന്നതോ? ഏതാ ഇത്? ഇത് ഭയങ്കര മറ്റേ തിരുപ്പതി അല്ലേ? അത് ഹൈദരാബാദിലെ കോളേജിൽ ഇനോഗ്രേഷൻ പോയപ്പോ കിട്ടിയതാണ്. നമ്മളിങ്ങനെ കേറി വരുമ്പോ ഭയങ്കര ഒരു ശ്രദ്ധിക്കുന്നുണ്ടത്. ഇത് നിങ്ങൾ നോക്കിക്കഴിഞ്ഞാൽ ഇപ്പൊ ഈ മഴക്കാലം ആയതുകൊണ്ട് അതർവൈസ് വിൻഡോസ് ഈ പറഞ്ഞ പോലെ തന്നെ വലിയ വിൻഡോസ് ആയിരിക്കും. കിടക്കുമ്പോഴും യു ഷുഡ് ഹാവ്. അപ്പുറത്തേക്ക് ഒരു ബാൽക്കണി ഉണ്ട്, കേറിക്കോളൂ. പക്ഷെ എന്താ വെച്ചാൽ ഇതാണ് ഒരു പ്രസന്റബിൾ അല്ല എന്ന് ഞാൻ പറയുന്നത് ഇങ്ങനെയാണ്. കാരണം മഴക്കാലം ആയി കഴിഞ്ഞാൽ എല്ലാ വീട്ടിലും നമുക്ക് തുണി ഉണക്കിയെടുക്കാൻ വഴിയൊന്നുമില്ലല്ലോ. പിന്നെ മുകളിലത്തെ ബെഡ്റൂം കണ്ടാലും അറിയാം അതേപോലെ തന്നെയാണ് എല്ലാ ബെഡ്റൂമുകളും ഇവിടുത്തെ ഇതേപോലെ തന്നെ. പക്ഷെ ഇത് ചെറുതാണ്. ഓൺലി യു വിൽ ഫൈൻഡ് ബിഗ് റൂംസ്. എൻ്റെ മാസ്റ്റർ ബെഡ്റൂം എന്നൊക്കെ പറയുന്നത് അത് കുറച്ച് വലുപ്പമുണ്ടായിരിക്കും. അപ്പൊ ഇനി മോളിലേക്ക് വന്നു. എന്തായാലും ഇവിടെ ഇതിനകത്ത് നല്ല വെട്ടമുണ്ട് കേട്ടോ. കുറേ ജനാലകള്, കുറേ വെട്ടം. ഇവിടെ ഒരു കണ്ണാടി, അത് കൈ കഴുകാൻ വരുന്നവർക്ക് വായില് അവിടെ ഇവിടെ മറ്റൊന്നും ഇല്ലാന്നുള്ള കാണാൻ വേണ്ടി കണ്ണാടി വെച്ച് കൊടുക്കണം. അപ്പൊ ഇവിടെ ഒരു ബെഡ്റൂം ഉണ്ടല്ലേ? അത് ബെഡ്റൂം, അത് ബേസിക്കലി എന്റെ വൈഫിന്റെ ഡെന്നാണ്. ഇപ്പൊ വൈഫിന്റെ അമ്മയാണ് ഇപ്പൊ അവിടെ. പക്ഷെ ഇതെന്താ സാർ, ഇത് വെറുതെ വുഡൻ പീസസ് വെച്ചിട്ട്? ബേസിക്കലി ഇത് വാതിലായിരുന്നു, ഓപ്പൺ ആയിരുന്നു. ഇവിടെ വാതിലുണ്ടായിരുന്നില്ല. അവിടെ നിന്ന് കയറി വന്ന നേരെ ഹാളിന്ന് ഇങ്ങോട്ട് വരുന്നത് നേരെ പോവാം. അപ്പം എൻ്റെ ഒരു സിസ്റ്റർ ഉണ്ട്, നിങ്ങളൊക്കെ കേട്ടാണിരിക്കും, ഫാൻഷിയുടെ ഒക്കെ ഒരു എക്സ്പെർട്ടാണ്, ചിത്ര ഹാൻസൺ എന്ന് പറഞ്ഞു. ഫേസ്ബുക്കിലൊക്കെ എല്ലാ സൺഡേയിലും ഒരു സ്റ്റോറിയൊക്കെ. അവൾ ഒരു പ്രാവശ്യം വന്നപ്പോൾ പറഞ്ഞു,
വല്യേട്ടാ ഈ വാസ്തുപ്രകാരം വരുന്ന വഴിക്ക് നേരെ കോണി കാണാൻ പാടില്ല എന്ന് പറഞ്ഞു. അങ്ങനെ ഇപ്പുറത്തുണ്ടായിരുന്ന ഇതെടുത്ത് ഇവിടെ എൻട്രി ഉണ്ടായിരുന്നില്ല, അതെടുത്തിട്ട് ഇങ്ങോട്ട് വെച്ച് അതങ്ങ് തുറന്നു കൊടുത്തു. അങ്ങനെയാണ് ഒരു വാതിൽ അടച്ചപ്പോ നമ്മൾ ഒരു വാതിൽ തുറന്നു. നമുക്ക് സാറിന്റെ ഞാൻ ഫ്രണ്ടിൽ പോകാനോ? സാർ വെക്കോ, എനിക്ക് ഇവിടുത്തെ ഈ വീട്ടില് ഈ ദേശത്തെ വഴി എനിക്കറിയില്ല, സാറിന് പിന്തുടരാം, അതായിരിക്കും കുറച്ച്. നമ്മുടെ മിലിറ്ററി ലൈഫിൽ ഈ ഓണം പരിപാടികളൊക്കെ എങ്ങനെയായിരുന്നു? മിലിറ്ററിയിലത്തെ ഓണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് ഒരു മലയാളി ഏതെങ്കിലും യൂണിറ്റിലുണ്ടെങ്കിൽ ആ യൂണിറ്റ് മുഴുവൻ ഓണം ആഘോഷിക്കും. കാരണം അവിടെ ഒരു മലയാളിയേ ഉള്ളൂ എന്ന് പറഞ്ഞിട്ട് ഓണം ആഘോഷിക്കാതിരിക്കില്ല. നല്ല രീതിയിൽ ഓണാഘോഷമൊക്കെ ഉണ്ട് ഉണ്ടാവും. നമുക്ക് എങ്ങനെയാലും അവനെ കൊണ്ട് അറിയാവുന്ന രീതിയിലുള്ള ഫുഡൊക്കെ, നാടൻ ഫുഡൊക്കെ റെഡിയാക്കി മറ്റുള്ളവരുടെ ഹെൽപ്പ് ഉണ്ടായിരിക്കും. സാമ്പാറും ഇതൊക്കെ അവർ മാനേജ് ചെയ്യും, ഒരു സദ്യ പോലെയൊക്കെ ആക്കും. ഓവറിൻ്റെ ആ ഒരു ഫീല് എന്നുള്ളതാണ്. എന്നിട്ട് അന്ന് അവിടെ മലയാളീസ് മുഴുവൻ മുണ്ടൊക്കെ ചുറ്റിക്കൊണ്ടുവരും, ഒരു മലയാളം ഫീല് കിട്ടും അവിടെ. ഓണം എന്നും ഒരാഘോഷം തന്നെ, മറ്റുള്ളവന്മാർക്കും ആഘോഷം. കാരണം അവരെ സംബന്ധിച്ചിടത്തോളം ഒരു സൗത്ത് ഇന്ത്യൻ ഫുഡ് കിട്ടിയെന്നുണ്ടല്ലോ. മറ്റെന്നും ഈ ചപ്പാത്തിയും റൊട്ടി ആകുമ്പോൾ അതിനൊരു മാറ്റം ഉണ്ടായിരിക്കും. പിന്നെ ആസ് യൂഷ്വൽ വഞ്ചിക്കളി, എന്താണ് വഞ്ചിപ്പാട്ടും വള്ളംകളിയും ഇതൊക്കെ പാട്ടും കൂത്തൊക്കെ ഉണ്ടായിരിക്കും അവിടെ. ആണ്. അപ്പൊ നമ്മൾ വിചാരിക്കുന്ന പോലെ പട്ടാളക്കാർ അത്ര സ്ട്രിക്റ്റ് ആയിട്ടുള്ള ലൈഫ് ഒന്നും ഓണത്തിനില്ല. അപ്പൊ വഞ്ചിപ്പാട്ടൊക്കെ ഉണ്ടോ? നമുക്ക് എല്ലാം ഉണ്ടായിരിക്കും. പിന്നെന്താ അവിടെ നിങ്ങൾ ആദ്യം ഈ പട്ടാളക്കാരെ കുറിച്ചുള്ള ഈ കൺസെപ്റ്റ് മാറ്റണം അല്ലേ? ബിക്കോസ് പട്ടാളം എന്ന് പറയുന്നത് അവർ മനുഷ്യന്മാരാണ്. അതിനുള്ളിലൊരു കലാകാരനുണ്ട്, അല്ലെങ്കിൽ എന്നെപ്പോലുള്ള ഒരു കമാൻഡോ സിനിമ ഡയറക്ടറായിട്ടും അഭിനയക്കാരനായിട്ട് വരണമെങ്കിൽ അത് അന്നും ഉണ്ടായിരുന്നു അത് മനസ്സിനകത്ത്. അപ്പൊ ഇത് രക്തത്തിലുള്ളവർ തന്നെ ആയിരിക്കും എല്ലാവരും. പിന്നെ ചിലത് സ്വരം നന്നാവില്ല, ചിലത് നന്നായിട്ട് പാടും, നന്നായിട്ട് അഭിനയിക്കും. ചിലവന്മാർ അവരെ കൊണ്ട് കഴിയുന്ന രീതിയിലൊക്കെ എഫേർട്ട് ഇടും. ചിലപ്പോൾ അത് ബോറായിരിക്കും, ചിലപ്പോൾ രസമായിരിക്കും. പക്ഷെ എല്ലാവരുടെ ഉള്ളിലും ആ കലാകാരനുണ്ട്. അപ്പോൾ അതൊരു ഓണമാണെങ്കിലും ശരി, ഒരു ക്രിസ്മസ് ആണെങ്കിലും ശരി, ദീപാവലിക്കും ഹോളിക്കും എല്ലാം പട്ടാളക്കാർ അവരുടേതായിട്ടുള്ള സന്തോഷങ്ങൾ കണ്ടെത്തുന്നത് ആ സമയത്താണ്. കാരണം അവർക്ക് ഹോളി ദിവസം ചിലപ്പോൾ ഓപ്പറേഷൻ വേണ്ടി വരുമായിരിക്കും, ഓണത്തിൻ്റെ ദിവസം ഓപ്പറേഷൻ വേണ്ടി വരുമായിരിക്കും. അപ്പം പിന്നീട് അത് ഓണമായിട്ട് ആഘോഷിക്കുന്ന ദിവസമാണ് അവൻ്റെ ഓണം, അല്ലെങ്കിൽ ആ ദിവസമാണ് അവൻ്റെ ദീപാവലി. നമ്മൾ ഫ്രീ ആയിട്ട് ആഘോഷിക്കുന്ന എന്താണോ അന്ന് ഓണമാണ്, അന്ന് ദീപാവലി. ഈ ഏരിയ ഭയങ്കര കളർഫുൾ ആണ് അല്ലേ? ഇത് കളർഫുൾ, ഭയങ്കര കളർഫുൾ. നേരെ കാണുന്നത് ആരാത് അല്ലേ? ആരാത്? അത് 2 ലെജൻസ്, 3 ലെജൻസ്. മമ്മൂക്കാന്റെ ഇതുപോലുള്ളൊരു ഫോട്ടോ കിട്ടിയില്ല എനിക്ക് അന്ന്. കാരണം ഈ വീട് പണി നടക്കുന്ന സമയത്ത് എനിക്കൊരു ആഗ്രഹം ഉണ്ടായിരുന്നു, ഇതിങ്ങനെ ഇത് കുറച്ചുകൂടെ മുകളിൽ കയറ്റി നടുക്കിൽ വെച്ച് മമ്മൂക്കാന്റെ കൂടെ വെച്ച് 3. പക്ഷെ മമ്മൂക്കാന്റെ അവിടെ ഉള്ളത് അത് പിന്നീടാണ്. അത് പിന്നീടാണ് കിട്ടിയത്. അതിലെ ഫോട്ടോ അങ്ങനെ ബ്രൈറ്റും അല്ല അത്. പക്ഷേ ഇത് വരച്ചതാണല്ലേ? ഒറിജിനൽ ഫോട്ടോ അതിനെ വരയ്ക്കുന്നതാണ് അത്. ഇതൊരു ഷൂട്ടിംഗ് ലൊക്കേഷന്റെ. ഇതോ? അത് ഞാൻ മസ്കറ്റിൽ എനിക്കൊരു അവാർഡ് ഉണ്ടായിരുന്നു. അന്ന് അമിത്ജി ആയിരുന്നു അവിടുത്തെ ചീഫ് ഗസ്റ്റ്, ഒരു ഫിലിം ഫെസ്റ്റിവൽ മസ്കറ്റിൽ. അപ്പൊ അവിടെ ഞങ്ങൾക്ക് ഡിന്നറിന്റെ ടേബിളാണ് പറയുന്നത്. ഹോട്ടലിൽ വെച്ചിട്ടാണ് അമിത്ജി എന്നെ കാണുന്നത്. അപ്പൊ ഞങ്ങൾ പടം ചെയ്തിട്ടില്ല, പടത്തിന്റെ എല്ലാം സൈനായി. അവൻ എങ്ങനെ നോക്കി, ഞാൻ പറഞ്ഞു യെസ് സർ, ഐ ആം മേജർ രവി. ഓ, അപ്പൊ അതിന്റെ ആ ഒരു ചിരിയായിരുന്നു. പറഞ്ഞിട്ട് അതാണ് ആ മൂപ്പര് നല്ല ബ്രൈറ്റ് ആയിട്ട് ചിരിക്കുന്നുണ്ട്. ഇവിടെ ഒരാളുടെ ഫോട്ടോ ഒരു കുഞ്ഞുവാവായിട്ടിരിക്കുന്നത് അങ്ങ് മറഞ്ഞു പോയില്ലോ. അത് ഇതെല്ലാം കൂടെ ഇങ്ങനെ വന്നപ്പോ അങ്ങനെ പോയി. അത് കുഞ്ഞുവാവ എന്ന് പറയുന്നത് ദാറ്റ് ഈസ് മൈ ബ്രദേഴ്സ് ഡോട്ടർ. കണ്ണൻ പട്ടാമ്പി എന്ന് പറയുന്ന അവന്റെ മകളാണത്, അവന്റെ അനിയന്റെ മോളാണത്. സോ ഷീസ് വെരി ഫോണ്ട് ഓഫ് മീ. ആ ഒരു ഫോട്ടോ, അതിന്റെ വേറൊരു എക്സ്പ്രസീവ് ഫോട്ടോ കൂടെ കാണുന്നുണ്ട്. ഇത് കണ്ട ഈ ഫോട്ടോ കണ്ടോ? കാൻഡിഡേറ്റ് ഒരു കുട്ടി വന്നിട്ട് കംപ്ലൈന്റ് പറയുന്നതാണ്, അല്ലെങ്കിൽ അവളുടെ ജീവിതത്തിൽ അവൾ കണ്ടിട്ടുള്ള ഇന്നലെ അതുണ്ടായി ആ ഒരു എക്സ്പ്രഷൻ അത് കറക്റ്റ് ആയിട്ട് ക്യാമറമാൻ പിടിച്ചിട്ടുണ്ട്. എനിക്കത് ഭയങ്കര ഇഷ്ടപ്പെട്ടൊരു ഫോട്ടോ ആയിരുന്നു. നമ്മൾ ഭയങ്കര സീരിയസ് ആയിട്ട് കേൾക്കുകയാണ്, അവളും ഭയങ്കര സീരിയസ് ആയിട്ട് പരാതി പറയാ. അതാണ്. അപ്പൊ ആ ഒരു ഇന്നസെൻസിന്റെ
ഒരു സൈഡും ഇപ്പുറത്ത് റെസ്പോൺസിബിലിറ്റിയുടെ ഒരു ഫേസും. അതാണ് എന്റെ മുഖത്ത് കാണുന്നത്. എന്താണ് ഇപ്പൊ പറയുന്നത്? ഇങ്ങോട്ട് നോക്കുമ്പോ ഒരുപാട് ഫുള്ള് മെമ്മറീസ് അല്ലേ. നമ്മള് ഫോട്ടോഗ്രാഫ്സ് എന്ന് പറയുന്നതിനെക്കാട്ടി എനിക്ക് തോന്നുന്നു കുറച്ചുകൂടെ ബെറ്റർ മെമ്മറീസ് എന്ന് പറയുന്നതായിരിക്കും അല്ലേ. ഇപ്പൊ ഇതിൽ നോക്കിക്കഴിഞ്ഞാൽ ഈ ഫോട്ടോസ് ഞാൻ ഒന്നും ലൈനായിട്ട് ചെയ്തിട്ടില്ല. ആണി അടിച്ച് അങ്ങനെ ഇങ്ങനെ വെച്ചു. അതാ എനിക്ക് അങ്ങനെ ഒരു ഫീല് വേണം എന്ന് പറഞ്ഞിട്ട് അങ്ങനെ ലൈനപ്പായിട്ട് വെച്ച് കഴിഞ്ഞാൽ ഭയങ്കര ഡിസിപ്ലിൻ ആയിട്ട് തോന്നും. പക്ഷെ ഇതെല്ലാറ്റിനും അകത്തും ഒരു കഥയുണ്ട് ഓരോ ഫോട്ടോസിനും. മോളിൽ നിന്ന് തൊട്ടിട്ട് താഴത്തോട്ട് നോക്കിക്കഴിഞ്ഞാൽ എല്ലാറ്റിലും ഒരു കഥയുണ്ട്. വെട്ടമല്ലേ അത്? വെട്ടം, മറ്റേ ദിലീപിന്റെ പടം. മറ്റേ 21 വയസ്സുവരെ കഷ്ടകാലാണെന്ന് പറഞ്ഞു പിന്നെ അതങ്ങ് ശീലായിക്കോളും. ആ ഷോട്ടല്ലേ അത് ആ സമയത്തുള്ളത്? ഓക്കെ. അവിടെ ഒരു സന്യാസി നമ്മുടെ ഒറ്റപ്പാലം എന്താണെങ്കിൽ പേര് അവർ മരിച്ചുപോയി. കുട്ടി പ്രണവ് മോഹൻലാൽ. അതിനാണ് അപ്പൂന് അവാർഡ് കിട്ടിയത്, സ്റ്റേറ്റ് അവാർഡ്. ആ ഫിലിമില് ഇതില് പുനർജനി എന്ന് പറഞ്ഞിട്ട് അതിന്റെ ഷൂട്ടിങ്ങിന്റെ സമയത്ത് നാരായണത്ത് ഭ്രാന്തന്റെ കഥ പറഞ്ഞു കൊടുക്കുന്ന സന്യാസിയും അത് ശ്രദ്ധിച്ചു കേൾക്കുന്ന പ്രണവ്. അതാണ് പ്രണവ് മോഹൻലാൽ. അത് ഞങ്ങളുടെ അവിടെ നാട്ടില് തിരുമറ്റക്കോട് അമ്പലത്തിന്റെ അടുത്താണ് ചെയ്തിരിക്കുന്നത്. ലാലേട്ടനൊക്കെ വന്നു കഴിഞ്ഞാൽ ജനറലി യു വിൽ ഫൈൻഡ് ഹിം ഓൺ ദാറ്റ് ചെയറിൽ. പിന്നെ മൂപ്പര് ഇരിക്കില്ല. മൂപ്പര് ഇങ്ങനെ റെസ്റ്റ്ലെസ് ആയിരിക്കും. വന്ന് പിന്നെ കുറച്ച് കഴിഞ്ഞാൽ ഇരിക്കും. അപ്പൊ അങ്ങനെയൊക്കെ നോക്കി ഇവിടെ തന്നെ ആയിരിക്കും. അപ്പൊ നമ്മൾ നേരത്തെ പറഞ്ഞ ആ ഗാദറിംഗ് ഏരിയ ഇതാണ് ഫ്രീ ആയിട്ടുള്ള. ഒഫീഷ്യൽ ആയിട്ടുണ്ടെങ്കിൽ അത് വേറെ സ്ഥലമുണ്ട്. ഇത് റിലാക്സ് ആയിട്ട് ഒഫീഷ്യൽ ആയിട്ടാണെങ്കിൽ അപ്പുറത്തേക്ക് ഉള്ളില് AC ഒക്കെ ഓൺ ചെയ്ത് പതുക്കെ അതിൻ്റെതായിട്ടുള്ള ഡിസ്കഷൻ നടക്കും. അപ്പൊ അതിനകത്ത് പലതും നോട്ട് ചെയ്യാനൊക്കെ ഉണ്ടായിരിക്കും. അതിന്റെ സാധനങ്ങളൊക്കെ അവിടെ ഉണ്ട്. ഇവിടെ നമ്മുടെ സോഷ്യൽ ഗാദറിംഗ്. അതല്ല ലാലേട്ടൻ ഇവിടെ വന്നാൽ കുക്ക് ചെയ്യാൻ ഞാൻ സമ്മതിക്കില്ല. കാരണം ലാലേട്ടൻ കുറെ സംഭവം വേണം കുക്ക് ചെയ്യണമെങ്കിൽ. സാധനങ്ങളൊക്കെ ആയി പിന്നെ അതൊന്നും എൻ്റെ അടുത്തില്ല. ഞാനാണെങ്കിൽ ഈറ്റിങ്ങിൽ വളരെ മോശമാണ്. എനിക്ക് ചാപ്പാട് എന്ന് പറഞ്ഞാൽ വളരെ മിനിമൽ കഴിക്കാൻ. എന്നിട്ട് തന്നെ ഇപ്പത്തെ വയറ് വന്നിരിക്കും. അതന്നെ എനിക്ക് കാണാൻ വയ്യ. എന്ത് ചെയ്യാൻ പറ്റുന്നില്ല. അത് കുറയ്ക്കാനുള്ളതെല്ലാം നടക്കുന്നുണ്ട്. ലാലയുടെ പിന്നെ ഫുഡിന്റെ കാര്യത്തിൽ ലാവിഷാണ്. ഹി എൻജോയ്സ് ഓൾസോ. നമ്മളെയും തീറ്റിപ്പിക്കും. ഇപ്പൊ ലാലിന്റെ കൂടെ ഒക്കെ ഇരുന്നിട്ട് നമ്മൾ ഭക്ഷണം കഴിച്ചു കഴിഞ്ഞാൽ ചിലപ്പം വീട്ടിൽ വന്നിട്ട് എനിക്ക് ഗുളിയൊക്കെ എടുത്ത് കഴിക്കേണ്ടി വരും. ശ്വാസം മുട്ടിക്കളയും. കാരണം ഡയറ്റ് നടക്കൂല ലാലേട്ടന്റെ കൂടെ, ഒരിക്കലും നടക്കില്ല. ഇത് ആണ് പിന്നെ ഞാൻ പറഞ്ഞ സ്ഥലം. അയ്യോ, എനിക്ക് ഇതാട്ടോ ഏറ്റവും കൂടുതൽ ഇഷ്ടമായത്. കാറ്റ്. ഇത് വേറൊരു അറ്റ്മോസ്ഫിയർ ആണ്. ഇവിടെ ഞങ്ങളൊരു ടേബിളൊക്കെ ഇട്ട് ചെയറൊക്കെ ഇട്ട് ഇവിടെ ഇരിക്കും. എല്ലാം കൂടെ ആയിക്കഴിഞ്ഞാൽ ഇത് വേറെ ഒരു ആംബിയൻസ്. ശരിക്കും ഇത് അടിപൊളിയായിട്ടുണ്ട്. ഇത് പച്ചപ്പായിരുന്നത് മാത്രമല്ല ഭയങ്കര റിലാക്സിങ് സ്പേസ് ആയി കേട്ടോ. അല്ലേ കാലത്തൊക്കെ യോഗയൊക്കെ ചെയ്യുന്നുണ്ടെങ്കിൽ ഇവിടെ തന്നെ എഴുതിക്കും കിടന്ന് മാറ്റ്. ഇപ്പൊ ഇതെല്ലാം ഒന്ന് ഫുള്ളായിട്ടാണ് വന്നു കഴിഞ്ഞാൽ ഒരു ജംഗിൾ ഫീൽ കിട്ടും. തുടങ്ങിയിട്ടുള്ളൂ. ഇപ്പൊ കഴിഞ്ഞ വർഷം തുടങ്ങിയതാണ്. 2 വർഷം കഴിയുമ്പോഴത്തേക്കും ഇതെല്ലാം കവറായി കിട്ടും. ഇത് ഈ സൈഡ് ഇതുവരെ എത്തിയിട്ടേ ഉള്ളൂ. ഇനിയിപ്പോൾ അങ്ങോട്ട് ഫുൾ കയറി കഴിഞ്ഞാൽ പിന്നെ നമുക്ക് ഇവിടെ നിന്ന് കഴിഞ്ഞാൽ നമുക്കൊരു 70 mm സ്ക്രീനിന്റെ ഫീല് കിട്ടും. ആ സ്കൈ അവിടെ നിന്ന് കട്ടാവും. ഇതൊരു പെനോറമിക് വ്യൂ. കൊള്ളാം. നമ്മുടെ ക്യാമറ ചേട്ടന്മാര് കാണുന്നില്ലേ ഇതൊക്കെ? അത് ഭയങ്കര നേച്ചറുമായിട്ട് ഭയങ്കരമായിട്ട് ബന്ധപ്പെട്ട് കിടക്കുന്നത്. നമുക്ക് അത് വിട്ടിട്ട് ഒരു പരിപാടിയില്ല. അത് അതിന്റെ ഒരു സുഖം വരെയാണ്. കാലത്ത് നിങ്ങൾ ഇവിടെ ഒരു 5 മണിക്ക് വരും. കൃത്യം 5 മണിക്ക് തുടങ്ങും പക്ഷികളുടെ. അത് വാച്ച് നോക്കിയാൽ മതി. 5 മണി അവരൊക്കെ ആ നേച്ചറിന്റെ ഒരു അതാണ്. ആ കൃത്യം 5 മണിക്ക് അവർ എഴുന്നേറ്റിരിക്കും. തുടങ്ങും. ഒന്നും വേണ്ട. നമ്മുടെ നാട്ടിലൊക്കെ ഈ വീട്ടില് അടുക്കളയിലുള്ള ഭാര്യ ഭർത്താവ് പതുക്കെ തുടങ്ങും. എഴുന്നേറ്റ് എന്താ ചായ ഉണ്ടാക്കണം. ആ ചായ പിന്നെ അങ്ങ് തുടങ്ങണം. അതുപോലെയാണ് പക്ഷികൾ. ആദ്യം ഒന്ന് തുടങ്ങും, ഇവിടെ തുടങ്ങി പിന്നെ ഒച്ചയും ബഹളം. ഒരു 5:30 മണിയാകുമ്പോഴത്തേക്കും ബഹളമായി. എന്നിട്ട് നാട്ടിൽ പണിക്ക് പോകുന്നൊക്കെ പറഞ്ഞ് തള്ളിവിടുന്ന ആ ഒരു അറ്റ്മോസ്ഫിയർ ഇങ്ങനെ കേട്ടോണ്ടിരിക്കുക. അത് ഇവിടെയുണ്ട്. അപ്പുറത്ത് മുളയുണ്ടായിരുന്നു. അതിപ്പോ ഞാൻ കഴിഞ്ഞ ആഴ്ച വെട്ടിക്കളഞ്ഞു. വല്ലാതെ കൂടിപ്പോയിരുന്നു. അപ്പൊ അത് 2 സ്ഥലത്തും. പിന്നെ ഇതിലിപ്പോ പക്ഷികൾ കൂട്ടുന്നുണ്ട്. അവർ വരും, മുട്ടയിടും, കുട്ടികളെ ഉണ്ടാക്കും, അവരവരുടെ പാട്ടിന് പോകും ചെയ്യും. നമ്മളൊന്നുമില്ല. അതായത്
കഴിഞ്ഞ പ്രാവശ്യം ഇത് ഇതിലായിരുന്നു. അത് രസമാണ്. ഇവിടെ ഇങ്ങനെ ഇരുന്നാൽ കാലത്ത് അവർ കൂട് കെട്ടാണ്, അവിടുന്ന് ഇത് പറിക്കും, ഇതിൻ്റെ മുറിച്ചുകൊണ്ട് വരും, എന്നിട്ട് ഇവിടെ കൊണ്ടുവരും. ഇങ്ങനെ അവരെങ്ങനെ കണ്ടുകൊണ്ടിരുന്ന് കഴിഞ്ഞാൽ അവരാ കൂടുണ്ടാക്കി അതിൽ മുട്ടയിട്ട് വിരിയിപ്പിച്ച് കൊച്ചുങ്ങളെ നമുക്കൊരു 2 ആഴ്ച കൊച്ചുങ്ങളെ കാണാം. അത് കഴിഞ്ഞാൽ പിന്നെ അവർ ഒരുപാട് അതുവരയ്ക്ക് അവർ കൊണ്ടുവന്ന് ഫീഡ് ചെയ്യുന്നതും നമ്മളാരും ശല്യം ചെയ്യില്ല അവർക്ക്. അപ്പം ഞങ്ങളിവിടെ ഫുഡ് വെള്ളമൊക്കെ ഇവിടെ വെച്ചു കൊടുക്കും. ചൂടുകാലത്തൊക്കെ ഭയങ്കര പാടായിരിക്കില്ലേ? ഇവിടെ ഫുൾ വെള്ളം ഇവിടെ വെച്ചു കൊടുക്കും. എനിക്കൊന്ന് ചൂട് സമയത്ത് ഇവിടെ വലിയ പ്രശ്നം ഉണ്ടാവില്ല എന്ന് തോന്നുന്നു. ഉണ്ട് ചിലപ്പോൾ ഉണ്ടല്ലേ. പുറത്ത് അവർക്ക് വെള്ളത്തിന്റെ ആവശ്യം വരുമല്ലോ. പിന്നെ കാക്കയ്ക്കൊക്കെ ബ്രെഡ് ഇട്ട് കൊടുക്കും. ബ്രെഡ് കൊടുക്കും. ഇവിടെ ആര് വന്നാലും ഇവിടുന്ന് നമുക്ക് ചാപ്പാടുണ്ട്. 2 പട്ടികളും ഉണ്ട്. അത് ഞാൻ കണ്ടായിരുന്നു, വന്ന സമയത്ത് ഞാൻ കണ്ടു. അവര് ഇവിടെ വന്ന് കയറിയതാണ്, നമ്മൾ വാങ്ങിച്ച വെള്ളത്തിനല്ല. പക്ഷെ വന്ന് കയറിയപ്പോ നമ്മൾ നേരെ ഓട്ടോറിക്ഷയിലിട്ട് കൊണ്ട് ഇഞ്ചക്ഷൻ കുത്തി കൊടുക്കും. നമ്മുടെ ആക്കി. അപ്പം ഇതാണ് എന്റെ ബെഡ്റൂം. ഇതാണ് സാർ. ഒന്ന് നിങ്ങൾ വരുന്ന ഇങ്ങനെയുള്ള ഒരു പരിപാടി ഒന്ന് അറിഞ്ഞിരുന്നെങ്കിൽ ഞാൻ ഒന്ന് സെറ്റ് ചെയ്തിരുന്നത്. ഇതാണ് എന്റേതായിട്ടുള്ള സ്പേസ്. അത് ഈ പറഞ്ഞ പോലെ തന്നെ വിൻഡോസിന് ഒരു കുറവുമില്ല എല്ലായിടത്തും. അതെ. ഇവിടെയും സാറിനൊന്ന് താഴെ ഒരു മറ്റേ വേറെ ഏതെങ്കിലും ടൈപ്പ് ഓഫ് ഗാർഡൻ സെറ്റ് ചെയ്തോടെ, ഇങ്ങനെ തുറന്നു വെക്കുമ്പോ? അല്ല, ഇതാ ഇപ്പം കൊടുത്തിട്ടേ ഉള്ളൂ. എന്റെ പണി തുടങ്ങി ഓൾറെഡി. ഓ ഉണ്ടല്ലേ. ഞാൻ ഐഡിയ കുറച്ച് ലേറ്റ് ആയി പോയത്, നേരത്തെ ഓൾറെഡി അവര് ആ പുല്ല് നട്ടിട്ട് പോയിട്ടുള്ളൂ. ഞാൻ എല്ലാം ലാൻഡ്സ്കേപ്പിംഗ് ചെയ്തിട്ട് അവർ പോയി. ഇത് ഞാവലിന്റെ പഴമാണ്. ഓ ഞാവലല്ലേ. പക്ഷെ ഒന്നും ഇല്ലല്ലോ. കഴിഞ്ഞപ്പോ അതിന്റെ സീസൺ കഴിഞ്ഞില്ലേ? കിളിയുണ്ട്. അതൊക്കെ ഉണ്ട്. സീസൺ സമയത്ത് ഞങ്ങൾ താഴത്ത് നെറ്റ് വരിക്കും, മുകളിൽ കയറി ഒന്ന് കുലിക്കാൻ മതി. ചുരുങ്ങിയ 4-5 കിലോ കിട്ടും. സോളിഡ്സ് ആണ്. എന്നിട്ട് നമ്മൾ അത് എന്ത് ചെയ്യും? കുറെ ഫ്രണ്ട്സിന് കൊണ്ടു കൊടുക്കും, കുറെ നമ്മളിരുന്നും. നല്ല മധുരമുള്ള സാധനമാണ്. അവിടെ എറണാകുളത്താണ് തോന്നി ഞാൻ ഏറ്റവും കൂടുതൽ ഞാവൽപ്പഴത്തിന്റെ കിലോന് 400 രൂപ. കിലോയ്ക്ക് തമിഴന്മാരുടെ അവിടെ നിന്ന് കിട്ടുന്നത്. തുണിയും മണിയൊക്കെ ഇവിടെ തന്നെ ഉണ്ടായിരിക്കും. യൂണിഫോം അല്ലേ അത്? യൂണിഫോം, യെസ്. അത് ആ പഴയ അതിങ്ങനെ ഇടയ്ക്കിടയ്ക്ക് തേച്ച് മിനുക്കി പൊടി തട്ടി അങ്ങനെ വെക്കുന്ന ആ മെഡലൊക്കെ എടുത്തിട്ട് ഊരി ഇവിടെ വെച്ചിരിക്കുകയാണ്. ഇവിടെ ഉണ്ട്. അതൊരു സുഖമല്ലേ കാണാൻ. കമാൻഡോ ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ നോക്കിയിട്ട് അതൊരു സന്തോഷം അല്ലേ? സന്തോഷം. അതിൻ്റെ ഒരു സ്പിരിറ്റ് പറയണം. അതിനോടുള്ളൊരു ഇഷ്ടമല്ല, അതൊരു പ്രേമമാണത്. ഞാൻ ആ പ്രേമം എന്റെ വീട്ടിൽ കാണാറുണ്ട്. അതാ പറഞ്ഞത്. എന്നോടില്ലാത്തൊരു പ്രേമം ഞാൻ കാണാറുണ്ട്. കാണും. അവരോട് നിങ്ങൾ അവരെ കുറ്റം പറഞ്ഞിട്ട് ഒരു കാര്യമില്ല. അവരങ്ങനെയാണ് വളർന്നതും ജനിച്ചതും അവർ ജീവിക്കുന്നതും അങ്ങനെയാണ്. അതുകൊണ്ട് അവരെ ഒരിക്കലും നമുക്ക് കുറ്റപ്പെടുത്താൻ പറ്റില്ല. ഈ മണി എന്തിനാണെന്നറിയോ? സെർവന്റിനെ വിളിക്കണമെങ്കിൽ പുതിയ ആളാ, അതറിയില്ല. പഴയ ലീവിന് വരിക്കണം. ഈ മണി അടിച്ചാൽ ഇവിടെ മുകളിലേക്ക് സാധനത്തും അവനാ സമയം നോക്കിയിട്ട് അവൻ അനുസരിച്ച് വരും. മോരുവെള്ളമാണോ ചായ ആണോ? മോരുവെള്ളമൊക്കെയാണോ നമ്മുടെ അതൊക്കെ ഒരു രസം. ഇതാണ് നമ്മളുടെ ഇവിടെയാണ് ഞാൻ പറഞ്ഞത്, നമ്മൾ ഒഫീഷ്യലായിട്ട് പരിപാടി ആവുമ്പോൾ ഡിസ്കഷൻ ഇരിക്കാം. 2-3 ആൾക്കാർ വന്ന് കേട്ടോണ്ടിരിക്കാൻ, റിലാക്സ് ചെയ്തിട്ട് വേറെ ശല്യമൊന്നുമില്ല. വാതിലും അടച്ച് കഴിഞ്ഞാൽ മറ്റേ അവിടെ ഇരിക്കുമ്പോ ആ ഫോട്ടോഗ്രാഫിന്റെ ഭയങ്കര വലുതായിട്ടുള്ള ഒരു അതിന്റെ വലുത് അത്ര ഭയങ്കര പ്രിയപ്പെട്ടതാണ് തോന്നുന്നത്. ഈ റൂമിൽ ഏറ്റവും പ്രഷ്യസ് ആയിട്ട് സാറ് വെക്കുന്ന ഒരു സാധനം എന്തായിരിക്കും? കുറേ കാര്യങ്ങൾ ഇവിടെ കുറേ സാധനങ്ങളുണ്ട്. എല്ലാം കാണുന്നത്. ഇതെന്റെ കരാട്ടെ ബ്ലാക്ക് ബെൽറ്റിന്റെ സർട്ടിഫിക്കറ്റ്, അതുപോലെ തന്നെ അക്കാഡമി ചീഫിന്റെ ഇത്, എല്ലാം ഒഫീഷ്യലായിട്ടുള്ള കാര്യങ്ങളെല്ലാം ഇവിടെ കാണാം. കുറച്ചൊക്കെ ആ അവാർഡ്, ഈ അവാർഡ്, സർട്ടിഫിക്കറ്റുകൾ എല്ലാം നമ്മളിവിടെ. ഇതെല്ലാം എന്റെ പണ്ട് നമുക്ക് CDs ആയിരുന്നു. അതാ ഞാൻ നോക്കിയത്. ഞാൻ ആദ്യം വെച്ച ചെറിയ ബുക്സ് ആണ്, പിന്നെ നോക്കിയപ്പോ ഇത് ബുക്സ് അല്ല, അതെല്ലാം CDസും എല്ലാ CDസും. ഇവിടെയൊക്കെ കിടക്കുന്ന ഈ ബ്ലൂറേസ് ആണ് അതൊക്കെ. നമ്മള് കീർത്തിചക്രൊക്കെ ഉണ്ടായിരുന്നു. അതെന്റെ എല്ലാ പടങ്ങളും. പിന്നെ ബുക്സും. ഇത് അങ്ങനെയുള്ളൊരു ലോകം. ഇത് എല്ലാം വായിച്ചു തീർത്താണോ? വായിച്ചിട്ടൊന്നുമില്ല ഫുള്ളൊന്നും. ഇത് നമ്മള് ചില വക്കീലന്മാരുടെ ഒക്കെ പുറകിൽ കാണാം കുറെ ബുക്കുകൾ. അതൊന്നും അവര് ഫുള്ളൊന്നും വായിച്ചിട്ടുണ്ടാവില്ല. അത് എന്തായിരിക്കും. പക്ഷെ എന്താ വെച്ചാൽ റെഫറൻസിന് ഇപ്പൊ എന്തെങ്കിലും ഒരു സംഭവം വന്നു കഴിഞ്ഞാൽ അത് നമുക്ക് നോക്കണമെങ്കിൽ അങ്ങനെ ബുക്ക് അവിടെ ഉണ്ടായിരുന്നല്ലോ, നമുക്ക് നോക്കാതെ. പിന്നെ കുറെ ആൾക്കാർ ബുക്ക് തരുന്നുണ്ട് വായിക്കുമെന്ന് പറഞ്ഞു.
അൺഫോർച്ചുനേറ്റ്ലി പലപ്പോഴും നമുക്കത് വായിക്കാൻ പറ്റില്ല. ശരിക്കും വായനാശീലം നല്ലപോലെ ഉണ്ടോ? പണ്ടുണ്ടായിരുന്നു. ഇപ്പം എന്ന് വെച്ചാൽ വാട്ട് ഹാപ്പൻസ്, ഐസൈറ്റ് നമുക്ക് ചെറിയ ഡിസ്റ്റർബൻസ് വരുമ്പോൾ ഈ വായനാശീലം നമ്മൾ പതുക്കെ ഒഴിവാക്കും. കണ്ണാടി ഇടണം, അത് വായിക്കണം, പിന്നെ കോൺസെൻട്രേഷൻ കിട്ടില്ല. പിന്നെ ഇപ്പൊ എന്ന് പറഞ്ഞാൽ ഇപ്പൊ എല്ലാം ഈ മൊബൈലിൽ വരുന്നുണ്ട്. ഇപ്പൊ ഇത് ഞാൻ കഴിഞ്ഞ 6-7 മാസം മുന്നേ വാങ്ങിച്ചതാണത്, 1001 രാവുകൾ. ഇതെന്റെ കുട്ടിക്കാലത്ത് എൻ്റെ അച്ഛൻ ഇംഗ്ലീഷിൽ ഈ 1001 നൈറ്റ്സ് എന്നുള്ളത്, അറേബ്യൻ നൈറ്റ്സ് എന്നുള്ള ബുക്ക് മൂപ്പരയിലുണ്ടായിരുന്നു. മൂപ്പരത് ഇംഗ്ലീഷിൽ വായിച്ചിട്ട് മലയാളത്തിൽ കഥ പറഞ്ഞു തരുമായിരുന്നു. അതിൻ്റെ ഒരു നോസ്റ്റാൾജിക്ക് മേടിച്ചത് നമ്മള്. അച്ഛൻ പറഞ്ഞ കഥകൾ അത് വായിക്കാൻ വേണ്ടി. അത് വായിച്ചിട്ട് ഇപ്പൊ എവിടെ എത്തിയിരിക്കുന്നത് നോക്കൂ, കുറെ കാണുമ്പോൾ ഇതിലാണ് നിൽക്കുന്നത്. 207 പേജ്, ബാക്കി 1000 പേജുകൾ കൂടെ ഉണ്ട്. വായിക്കാതെ അതൊരു നോസ്റ്റാൾജിയ. പിന്നെ എൻ്റെ റൈറ്റിങ്സ്, കഥകളുടെ ഇതിൻ്റെ എല്ലാം ഇരിക്കും. അത് ഒരു ഡംപ് ഇവിടെ കിടപ്പുണ്ടായിരിക്കും. ഇവിടേക്കാണ് ടോട്ടൽ ക്ലസ്ട്രോഫോബിക് ആയിരിക്കുന്നത്. കുറച്ച് സ്ക്രിപ്റ്റുകളാണ് ഉള്ള സമയത്ത് ഇരിക്കും, കറക്ഷൻ ചെയ്യും, ഇടും. ഇതെല്ലാം സ്ക്രിപ്റ്റ് ആണോ? ആ, ഇതിന്റെ താഴത്തുള്ള എല്ലാം സ്ക്രിപ്റ്റുകളാണ്. വായിച്ച് എഴുതിയിട്ട്. ഇവിടെ എന്താ ഇപ്പോ ഈ ഏരിയയില് ആക്ച്വലി ഈ റൂം എന്തായിരുന്നു? ഈ റൂം വീട് വെച്ചപ്പം ഇതൊരു ബാറായിരുന്നു. നമ്മുടെ മിനി ബാർ. ഞങ്ങളുടെ പട്ടാളക്കാർ എല്ലാവരും വീട്ടിൽ നിങ്ങൾ കാണും ചെറിയൊരു മിനി ബാർ എന്നുള്ളത്. കാരണം അത് റിട്ടയർ ആയിട്ട് വന്നു കഴിഞ്ഞാൽ കുപ്പിയൊക്കെ വെച്ചിട്ടുണ്ടാക്കും. സോഷ്യൽ ഈവനിങ്സ് അല്ല, അവിടെ അടിച്ച് പൂസാവണമല്ല, 2 പാക്ക് അടിച്ച് അവരോട് പോയി. എനിക്ക് പിന്നീട് മനസ്സിലായി എനിക്കിതിൻ്റെ ഒരു കാര്യമില്ല എന്നുള്ളത്. അങ്ങനെ ആ ബാർ ഞാൻ B3 അമ്മമാരുടെ അടുത്തോട് നിങ്ങൾ എന്നെ തിരിച്ചുകൊണ്ട് പോയി, സ്റ്റീലിൻ്റെ ആയിരുന്നത്, അത് തിരിച്ചുകൊണ്ട് പോയി. ഇതിലൊക്കെ ഗ്ലാസ്സുകൾ വെക്കാനുള്ള ഹോൾസൊക്കെ എനിക്ക് കാണുന്നു ബാറിൻ്റെ. അതിനെ ഞാനങ്ങ് ലൈബ്രറിയിലേക്ക് മാറ്റി. അപ്പൊ ഇതിപ്പോ എൻ്റെ കാസറ്റിന്റെ ഹോൾഡറും പ്ലസ് ബുക്സിന്റെ ഇതൊക്കെ മാറിയതാണ്. അങ്ങനെ ബാറും ഓഫീസായി. അതാണ് അവിടെ ഒരു ഫ്രിഡ്ജും കൂടെ കാണാം. അത് ഫ്രിഡ്ജ് അതിനകത്തുണ്ട്, ചെറിയൊരു സെറ്റപ്പ് നമ്മൾ അവിടെ വെച്ചിട്ടുണ്ട്, എല്ലാം ഉണ്ട്. ബട്ട് ദെൻ നൗ ഇറ്റ് ഹസ് ബിക്കം എ പ്ലേസ് ഓഫ് മൈ, ഇങ്ങനെ ഇരിക്കാം ഒറ്റയ്ക്ക്, വായിക്കാനും എല്ലാം ആ ഒരു മൂഡിൽ വരുന്നതാണ്. ആക്ഷൻ ഹീറോ ബിജുവിന്റെ 100 days തേങ്ങ, ബിജുവിന്റെ അത് തന്നെ നിവിൻ പോളി എടുത്തിട്ട് ഇടിക്കുന്ന തേങ്ങയാണ് ആക്ഷൻ ഹീറോ ബിജുവിന്റെ. ആക്ഷൻ ഹീറോ ബിജു അവര് സ്റ്റാർട്ട് ചെയ്യുന്നുണ്ടല്ലോ സെക്കൻഡ് പാർട്ട് സ്റ്റാർട്ട് ചെയ്യുന്നുണ്ടല്ലോ. ഇത് ദ്രോണാചാര്യ, INS ദ്രോണ എന്ന് പറഞ്ഞിട്ട് ഇവിടെ നേവൽ ബേസിന്റെ അവരുടെ മൊമെന്റാണ് അത്. ഇപ്പുറത്തുള്ളത് വിക്രാന്തിന്റെ കമ്മീഷനിങ്ങിന് ഞാനും മോഹൻലാലും കൂടെ പോയിട്ടുള്ള വിക്രാന്തിന്റെ മുകളിൽ എടുത്തുള്ള ഫോട്ടോ ആണ്. ഞാൻ പിന്നെ കയറി വന്നപ്പോ പെട്ടെന്ന് ശ്രദ്ധിച്ചത് ഇങ്ങോട്ടാ, ഈ ഒരു ഏരിയയിലേക്കാണ് ഞാൻ നോക്കിയത്. ഇത് എന്താണെന്നറിയോ, ഇത് മറ്റേ മഹാരാജ വേലുത്തമ്പി എന്താ ഇവിടെയാണ്. ഇത് ഇവരുടെ മദ്രാസിന്റെ ഇവര് ഗിഫ്റ്റ് തന്നിട്ടുള്ളത്. ഇത് കൊളച്ചൽ യുദ്ധം നടന്നില്ലേ, ഇതിന്റെ വലിയൊരു സ്റ്റാച്യു പാങ്ങോട് മിലിറ്ററി ക്യാമ്പിലുണ്ട്. അതിന്റെ റെപ്ലിക്ക നമ്മൾ പോയപ്പം അവർ തന്നാണ്. അതാണ് അത് കൊളച്ചൽ യുദ്ധത്തിന്റെ വാർഷികത്തിൽ. ഓക്കെ, അപ്പൊ നമ്മുടെ ഫാമിലി ടൈം ഒക്കെ ഇപ്പൊ നമ്മൾ ഏറ്റവും കൂടുതൽ സ്പെൻഡ് ചെയ്യുന്നത് എവിടെ? ഇപ്പൊ ഫ്രണ്ട്സിന്റെ ഒരു സ്പേസ് നമ്മൾ കണ്ട്, ഓഫീസ് സ്പേസ് കണ്ട്, ഫാമിലി താഴത്ത് TV കണ്ടുകൊണ്ടിരിക്കും, ഞാൻ മുകളിലൂടെ ഉണ്ടായിരിക്കും. വല്ലപ്പോഴും വല്ലതും വേണമെങ്കിൽ ഫോണിൽ കൂടെ സംസാരിക്കും, മണിയടിക്കും. അപ്പൊ സാധനം വരും. അപ്പൊ അവള് നല്ല മൂഡിലാണെങ്കിൽ ചിരിച്ചോണ്ട് കൊണ്ടുവരും, അല്ലെങ്കിൽ സെർവനെ കൊണ്ട് പറഞ്ഞയക്കും. അപ്പൊ അങ്ങനെ ഞങ്ങളുടെ ഫാമിലി ഞങ്ങൾക്ക് അങ്ങനെ ഡിസ്കഷൻ എന്നൊക്കെ പറഞ്ഞിട്ട് വലിയ കാര്യമായിട്ടുള്ള ഡിസ്കഷൻ ഒന്നും ഇല്ല. എല്ലാം ഓക്കെ, ഐ എം ഡൂയിങ് ദിസ്, ഓക്കെ, നോ എന്നുള്ള പ്രശ്നമില്ല. ഞാനും പറയുന്നില്ല, അപ്പുറത്തും പറയുന്നില്ല. അപ്പൊ അതുകൊണ്ട് പിന്നെന്താ വെച്ചാൽ ഞങ്ങൾ ഈ മീറ്റിന്റെ ഡിന്നറൊക്കെ കഴിഞ്ഞാലാണ് നമ്മളൊന്ന് ശരിക്ക് ഇരുന്ന് സംസാരിക്കുക എന്നുള്ളൊരു ശീലം എനിക്ക് പണ്ടേ ഇല്ല. എന്തെങ്കിലും ഒരു പോയിന്റ് സംസാരിക്കണമെങ്കിൽ അത് മാത്രം എടുത്തിട്ട് സംസാരിക്കുക, അല്ലാതെ അവിടെ ഒന്ന് പട്ടീനെ മറ്റാൾ ഓടിച്ചു അല്ലെങ്കിൽ പൂച്ചപ്പുറത്ത് വന്നിരുന്നു, ഈ അതിനൊന്നും അതിനുണ്ടോ, എനിക്കത് ശീലമില്ലാതായി പോയി. ഞാൻ പലരുടെയൊക്കെ വീട്ടിൽ പോയിട്ട് അവർ സംസാരിക്കുന്ന കേൾക്കുമ്പോൾ ഒന്നുമില്ലായ്മയിൽ നിന്ന് ഇവരൊരു സംസാരം ഉണ്ടാക്കിയിട്ടുണ്ട്. നോക്കിയിട്ടുണ്ടോ? ഒന്നുമില്ല,
പക്ഷെ അവർ സംസാരിക്കുന്നു കണ്ടിന്യൂസ് ആയിട്ട്. ഞാൻ പറയുന്നത് എങ്ങനെയാ ഇപ്പൊ ഇത് അതൊരു സാധിക്കുന്നത്? കഴിവാ, പ്രത്യേക കഴിവാണ്. അതിപ്പോ ഞാൻ ചില സ്ത്രീകളെ കണ്ടാലും ശരി, ചില ഫ്രണ്ട്സ് ആണെങ്കിലും ശരി, ഒന്നുമില്ലായ്മയിൽ നിന്ന് അവർ സംസാരിച്ച് ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കും. അതൊരു നല്ലൊരു കഴിവുള്ളതാണ്. പക്ഷെ എനിക്ക് ആ കഴിവില്ല. പക്ഷേ ഫ്രണ്ട്സിന്റെ കൂടെ ആവുന്ന സമയത്ത് ഡിഫറെന്റ് പേഴ്സൺ. ഐ എം എ കോമഡിയൻ. നമുക്ക് മുന്നോട്ട് പോവാം അല്ലേ? എഴുന്നേക്കാൻ കുറെ നേരമല്ല ഞാനിരിക്കും. സാറിന് എന്നാലും ഇരുന്ന് സംസാരിക്കുന്ന വലിയ താല്പര്യമില്ലല്ലോ. ഈ ഏരിയയും കൂടെ നമുക്കൊന്ന്. ഇതാണ് വേറെ വെട്ടവും വെളിച്ചം വരുന്ന വേറൊരു ഏരിയ. പക്ഷെ ഇവിടെ താമര, കുഞ്ഞൊരു താമര. ആക്ച്വലി അവർ പറഞ്ഞത് വെയിലില്ല സർ, മാറ്റിവെക്കണം. അപ്പൊ അവർ മാറ്റിവെക്കാന്ന് പറഞ്ഞു. പക്ഷെ എനിക്ക് തോന്നുന്നു 2 ദിവസത്തിനകത്ത് അത് മാറ്റി നടന്നതായിരിക്കും. അപ്പൊ എന്നാലും ഹോം തിയേറ്ററിലേക്ക് പോകുന്ന വഴിക്ക് ഞാൻ ഈ വോളിൽ സ്റ്റക്ക് ആയി. പോണ വഴിക്ക് കുറെ ഫോട്ടോഗ്രാഫ്സും ഇവിടെ ഫുള്ള് ഫ്രെയിംസാ. ഓരോ ഫ്രെയിംസിൽ ഓരോ മെമ്മറീസ്, ഓരോ കാര്യങ്ങളൊക്കെയാ. ഇവിടെ സ്റ്റക്ക് ആയി. നമുക്ക് അടുത്തത് ആഡ് ചെയ്യുന്നുണ്ടോ? ആഡ് ചെയ്യാം. പക്ഷെ ഇതെന്താ പറയുക, വീട് പെട്ടെന്ന് ഇങ്ങനെ റെഡി ആയപ്പം പല സാധനങ്ങളും നമുക്ക് റെഡിയായി കിട്ടിയില്ല. അങ്ങനെ ഈ 5 ഫോട്ടോ ആണ് കിട്ടിയത്. അതിനകത്ത് കാന്താരമുണ്ട്, കിർച്ചക്ര, കുരുക്ഷേത്രം ഇല്ല, കർമ്മയോധ ഇല്ല, പിക്കറ്റ് ഫോർട്ട് 3 വന്നിട്ടുണ്ട്, മിഷൻ 90. ഈ കീർത്തിചക്ര നടുക്ക് വെക്കാനുള്ള കാരണം എന്താ? അതല്ലേ മേജർ രവി ആക്കിയത്. അത് മേജർ രവി ആക്കിയത് കൊണ്ടാണോ? പെട്ടെന്ന് നമുക്ക് മനസ്സിലേക്ക് വരുന്നത് കൊണ്ട്. അത് മേജർ രവി ആക്കിയ ഒരു സിനിമയാണത്. അതെ. ഓ, ഇയാൾക്ക് ഇതും അറിയാമല്ലേ. നേരെ മറിച്ച് ഒരു ഫ്ലോപ്പ് ഫിലിം ആയിരുന്നെങ്കിൽ then nobody would have cared for you. നമുക്ക് അടുത്തത് ആഡ് ചെയ്യണം ഉടനെ അല്ലേ? അടുത്ത ആഡ് ചെയ്യാം. പോലെ ആഡ് ചെയ്യല്ലേ. പിന്നെ ഞാൻ ഇത് ഗസ്റ്റ് റൂം ആർക്ക് വേണമെങ്കിലും വരാം. വന്നു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഫ്രീഡം. കാരണം ഇത് ഈ പറഞ്ഞ പോലെ ഇവിടെ കച്ചറയൊന്നുമില്ല. കബേർഡും സാധനങ്ങളും ഉണ്ട്. പിന്നെ പ്രസ് ചെയ്യാനുള്ള സാധനം അവിടെ കൊണ്ട് വെച്ചിട്ടുണ്ട്. അതിനപ്പുറത്ത് അതേപോലെ തന്നെയാണ് ബാത്റൂമും. ഈ വിൻഡോസ് എല്ലാം ഇവിടെ 2 വിൻഡോ ഉള്ളൂ. പക്ഷേ ഇപ്പുറത്ത് കുറേ മുളയുണ്ടായിരുന്നു ഈ മുക്കില്. ഫുൾ ബാമ്പൂ ഇതുവരെയ്ക്ക് കവറായിരുന്നു. കംപ്ലീറ്റ് ഏരിയ കട്ട് ചെയ്ത് കളഞ്ഞു. കാരണം ഇതങ്ങ് കേറിയിട്ട് ഈ കണ്ടോ, ഈ ഇല മുഴുവൻ തന്നെ മുകളിൽ വന്ന് വീണിട്ട് മഴക്കാലത്ത് ഇറ്റ് വാസ് ബ്ലോക്കിംഗ് ദിസ്. അപ്പൊ കട്ട് ചെയ്ത് കളഞ്ഞിരിക്കുന്നു. അല്ലെങ്കിൽ ഇവിടെ ഒന്നും കാണില്ലായിരുന്നു. ഫുൾ ആ ബാംബൂസ് മാത്രമായിരുന്നു. ആണല്ലേ? അപ്പൊ ഗസ്റ്റിന് വേറൊരു വൈബ്. ഗസ്റ്റ് അല്ലെങ്കിൽ നല്ല വൈബ് ഇവിടെ കിട്ടും. എന്തായാലും കിട്ടും. ഈ വീട് മൊത്തം ജനാലയും കുറെ പച്ചപ്പും പരിതാപവും. ഇനി നമുക്ക് മെയിൻ അട്രാക്ഷൻ ഹോം തിയേറ്റർ അല്ലേ? ഹോം തിയേറ്റർ. ഇത് ഞാൻ പറഞ്ഞുതരാം. ഇതെങ്ങനെയാണെന്നറിയാം? ഇത് ഓഫ് ചെയ്ത് കഴിഞ്ഞാൽ ഇത് ഓൺ ചെയ്താൽ ഓട്ടോമാറ്റിക്കലി ഇപ്പം ഞാൻ മൂവി നിന്നിട്ട് ഈ മോഡിലേക്ക് ഇട്ട് കഴിഞ്ഞാൽ വേണ്ട ആ ലൈറ്റ് കത്തി. അതിനനുസരിച്ചിട്ട് എനിക്ക് കയറി ചെല്ലുന്നതിനനുസരിച്ച് ലൈറ്റ് ഇങ്ങനെ മാറിക്കൊണ്ടിരിക്കും. ഓരോന്നായിട്ട് ഇങ്ങനെ ഓൺ ആവും. തിയേറ്റർ ആംബിയൻസ് വന്നല്ലോ. അങ്ങനെ ലൈറ്റ് ഇങ്ങനെ വന്ന് തിയേറ്റർ ഫീൽ കിട്ടി. ലൈറ്റ് ഒക്കെ അണഞ്ഞോളൂല്ലോ അല്ലേ? അതെല്ലാം നമ്മൾ പടം തുടങ്ങിയാൽ തനിയെ അണയുകയും ചെയ്യും. ഇത് ഞാനൊരു ആംബിയൻസ് ലൈറ്റ് ഉണ്ട്. അതില്ലെങ്കിൽ ഇപ്പൊ ഇതാണ് ഇതിന്റെ മൂഡ്. സാറിന്റെ സ്പേസ് ഏതാ? ഇവിടെ നേരത്തെ താഴെ ഒരു കസേര കാണിച്ച പോലെ ഇതാണ് ഈ കസേര. ഇത് നമ്മൾ വിട്ടുമാറിയിരിക്കില്ല. സ്പെഷ്യൽ ടർക്കി ഒക്കെ ഇട്ടിട്ടുണ്ടല്ലോ. അതൊക്കെ ഉണ്ട്. അത് ബോസ്റ്റണിലുള്ളത്. ഇതിപ്പം നമ്മൾ വീട് വെച്ച സമയം അപ്പൊ തൊട്ട് നമ്മൾ ആദ്യം പിന്നെ അന്ന് ഹൗസ് വാമിങ്ങിന് വന്നപ്പോ തന്നെ ഇതുണ്ട് സംഭവം. അപ്പൊ ഇതാണ് നമ്മുടെ ഇത് ഹോം തിയേറ്ററിന്റെ വിശേഷം. ഈ ഏരിയയിലേക്ക് എങ്ങനെയാ മാറിയത്? സ്വസ്ഥമായി മറ്റേ വേണമെന്ന് വെച്ചിട്ട് വന്നതാണോ? വേണമെന്ന് വിചാരിച്ചു ഇവിടെ വന്നപ്പോ ഓക്കെ. ഈ കിണറ്റിലെ വെള്ളം അതിവിടെ ഇഷ്ടം പോലെ ഉണ്ട്. അങ്ങനെയാണ് കിണർ ഒഴിച്ചപ്പോൾ വെള്ളം ഓക്കെ ഇവിടെ തന്നെ. പിന്നെ ആ വെള്ളത്തിനോടൊരു ഇഷ്ടം തോന്നി. സീസണിലൊന്നും മാങ്ങ വാങ്ങിക്കേണ്ട ആവശ്യമില്ല. എൻ്റെ ഈ 4 മാവ് മതി. 4 എണ്ണം ഉണ്ട്. അപ്പം അതിൽ 4 എണ്ണം 4 ഡിഫറെൻറ്റ് വെറൈറ്റീസ് ടൈപ്പ് ഉള്ളത് നമുക്ക് ഫ്രണ്ട്സിനടക്കം കൊടുക്കാൻ പറ്റും. അത്രയും മാങ്ങകളുണ്ടാവും. ഒരു പ്ലാവുണ്ട്, ഒരു ചക്ക, വരിക്കച്ചക്ക, ആവശ്യത്തിനെല്ലാം ഉണ്ട് ഇവിടെ. പുറത്തുനിന്ന് അങ്ങനെ
കായും പഴമെല്ലാം ഇവിടെ ഉണ്ടാക്കുന്നുണ്ട്. നമ്മള് നമുക്ക് വേണ്ട സാധനങ്ങളൊക്കെ ചെയ്യും. ഒരു പച്ചക്കറി കൃഷിയും കൂടെ തുടങ്ങിയാൽ ബാക്കി ഏകദേശം എല്ലാം ആവാൻ തോന്നുന്നല്ലേ. അത് നമ്മളായിട്ട് തന്നെ തുടങ്ങണം. അല്ല ബംഗാളി അവനായാലും നമ്മൾ ഭാഷ ഇല്ലെങ്കിൽ അങ്ങനെ ഒരു ടൈപ്പ്. അപ്പം നാട്ടിൽ പോയിരിക്കുകയാണ്. അവൻ്റെ ഭാര്യ വിട്ടിട്ട് ഓടിപ്പോയി എന്ന് പറഞ്ഞിട്ട് ഞാൻ പറഞ്ഞു പോയിട്ട് വാ, പിടിച്ചോണ്ട് പോകാന്ന്. ഇപ്പം നല്ല മെസ്സേജ് പിടിച്ചോണ്ട് വന്നു സാർ. അവളുടെ വീട്ടിൽ പോയിരിക്കുന്നു അവള്. അങ്ങനെ കാരണം അവർക്കൊക്കെ ഇത് തന്നെയല്ല, അവര് ഭർത്താവ് വന്നില്ല എന്ന് പറയുമ്പോഴത്തേക്കും തല്ലുകൂടി പോയി. അപ്പൊ ഞാനും അതിനനുസരിച്ച് പോയി വന്നിട്ട് ഇന്നലെ മെസ്സേജ് हमारा बीवी वापस आ गया साहब, वो तो घर पे था, वो लेके आ गया. അമ്മയായിട്ട് അടിച്ച് പിരിഞ്ഞിട്ട് പോയതാണ്. തിരിച്ചു വന്നല്ലോ. അല്ലല്ല, അത് പുതിയത് അവൻ റീപ്ലേസ് ചെയ്ത് വന്നിട്ട് പോയിട്ടുള്ളതാണ്. ഇവനതൊന്നും അറിയില്ല. അവൻ എങ്ങനെയെങ്കിലും അവൻ വരുന്നവരേക്ക് ഒരു മാസം കഴിച്ചിട്ട് പോകണം, എന്നിട്ട് വേണം വല്ല ചായക്കടയിലും പോയി പൊറോട്ട അടിക്കാൻ. So he is not used to all this discipline. But still, life is പോണല്ലോ. അപ്പൊ ഏതായാലും നിങ്ങൾ ഓണത്തിനുള്ളത് എൻ്റെ കറക്കെല്ലാം കഴിഞ്ഞ് ഹൗസ് വീട് മൊത്തം ഓണത്തിനുള്ളത് നമ്മൾ കണ്ട്. ഓണം അല്ലെങ്കിൽ ഈ വീട് ഇങ്ങനെ തന്നെ അതിങ്ങനെ തന്നെ. ഓണത്തിനാണെങ്കിൽ ഇതുപോലെ തന്നെ ഇരിക്കും. അല്ല വേണ്ട കിളികൾ ഉച്ചക്ക് 12 മണി ചാപ്പാട്ട് ആൾക്കാരുണ്ടല്ലോ ഇവിടെ. ഇറ്റ്സ് വെരി ഇൻട്രസ്റ്റിംഗ്. ആൻഡ് ദേ ആർ നോട്ട് അഫ്രൈഡ് ഓഫ് us. അപ്പം അന്നാ അവിടെ മുട്ടയിട്ടിട്ട് ഞാനിവിടെ ഇരിക്കുന്ന സമയത്ത് അത് അവിടെ വന്നിരിക്കും, കൊച്ചിനെ നോക്കിക്കൊണ്ടിരിക്കും. അത് കാണാൻ രസമാണ്. എന്നിട്ട് പതുക്കെ അവിടെ കൂട്ടി കയറും. അല്ല അവർ നമ്മൾ വരുന്നു എന്ന് പേടിച്ചു. കാരണം വി ട്രീറ്റ് ദം ലൈക്ക് ദാറ്റ്. ദിസ് യുവർ സ്പേസ്. വെള്ളം വെച്ച് കൊടുക്കുക. അപ്പം അങ്ങനെ നമുക്ക് ഈ ദൈവം ഇങ്ങനൊരു അനുഗ്രഹം തന്നിട്ടുണ്ടെങ്കിൽ, ഈ ലോകത്ത് ജീവിക്കാൻ അനുഗ്രഹം തന്നിട്ടുണ്ടെങ്കിൽ മറ്റുള്ളവരെയും അതുപോലെ തന്നെ നമ്മൾ ട്രീറ്റ് ചെയ്യണം എന്നുള്ളതാണ്. നമ്മളെ കൊണ്ട് കഴിയും. നമുക്ക് അതിനുള്ള സെൻസ് ഉണ്ട്. ഹാപ്പി ഓണം ടു യു. അതെ, താങ്ക് യു സോ മച്ച്. സാറിനും അടിപൊളിയൊരു ഓണം ആവട്ടെ. അപ്പൊ നമ്മൾ ഈ വട്ടം ഇവിടെ ആഘോഷിക്കുന്നോ അതോ നമ്മള് പോവാല്ലേ? പ്ലാനുണ്ട്. Make every wedding unforgettable with Joya Lucas Diamond Wedding Collection. Joya Lucas, world's favorite jeweler. വെറും 7,990. കിടിലൻ ഓഫറുകൾ ഇടാൻ തുടങ്ങിയപ്പോ അത് കിടിലമണിയായിട്ട് 7,990 ഇട്ടിരിക്കുന്നത്. 365 ദിവസം നമുക്ക് ഓഫറുള്ള ഷോപ്പാണ് നിലമ്പൂർ ഫർണിച്ചർ മാർട്ട്, ഷൊർണൂർ, വെട്ടിക്കാട്ടിരി.